അച്ചസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വരികയാണ് കേട്ടോ, പല്ലൊന്നും തേച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ സന്താനത്തിനെ എഴുന്നേൽപ്പിക്കാൻ വേണ്ടി ഞാൻ വന്നതാണ് കേസ്. ഞാൻ വിളിച്ചപ്പോഴത്തേക്ക് ആൾ തിരിഞ്ഞ് അങ്ങോട്ട് കിടന്നു. ഒന്നുകൂടെ സമയം ഇപ്പോൾ 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് എഴുന്നേറ്റിട്ട് കിടന്നതാണ് കേട്ടോ. അപ്പം ഇനിയാണ് നമുക്ക് അടുക്കളയിൽ ചെയ്യാനുള്ളത് പണികൾ. അപ്പോൾ മഴ കഴിഞ്ഞിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് കേട്ടോ. പിന്നെ മഴയൊക്കെ കഴിഞ്ഞ് നമ്മുടെ വീടിൻ്റെ തൊട്ട് താഴെ ഒരു കുഞ്ഞു തോട് പോലുണ്ട് കേട്ടോ. അവിടെ നിറച്ചും വെള്ളമാണ്. മഴയൊക്കെ പെയ്ത് ഇന്നൊരു ചെറുതായിട്ടൊരു വെയിലൊക്കെ തെളിഞ്ഞ പോലെ, പക്ഷെ വെയിലൊന്നും തെളിയത്തില്ലായിരിക്കും, അറിയത്തില്ല എങ്ങനെയാണെന്ന്. അപ്പോൾ പണികൾ കിടക്കുന്നു, അടുക്കളപ്പണികൾ കിടക്കുന്നു. നമ്മൾ കറി വെക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തണം. ചോറുണ്ട് കേട്ടോ, നമുക്ക് ഇച്ചിരി ഇന്നലത്തെ ചോറ് ഇരിപ്പുണ്ട്. പിന്നെ ഇന്നലത്തെ ഇച്ചിരി ചക്ക ഇരിപ്പുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് പോകുന്ന കടച്ചക്കയാണ് കേട്ടോ. അപ്പോൾ കടച്ചക്ക കറി വെക്കണം. പിന്നെന്താ, ഉണക്കമീൻ വറുത്തത് ഇരിപ്പുണ്ട്. ഇച്ചിരി പാത്രം കഴുകാനുണ്ട്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ പണി. ഇനി തുണി 2-3 ദിവസത്തെ ഉണങ്ങാനുണ്ട് കേട്ടോ. അത് ഉണങ്ങിയിട്ടില്ല. അപ്പം 2-3 ദിവസത്തെ ഉണ്ട്, അത് ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയാലേ ഇനി അടുത്തത് വിരിച്ചിടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഈ ഒരു മുറിയിൽ നമ്മൾ തുണിയെല്ലാം വിരിച്ച് ഇട്ടേക്കാണ്. ഇതുണ്ടോ, എല്ലാം ഈ മുറിയിൽ വിരിച്ചിട്ടേക്കാണ്. ഇതെല്ലാം പകുതി മുക്കാലും ഉണക്കായതാണ് കേട്ടോ. അപ്പം നമുക്കിനി ബാക്കിയും കൂടി അലക്കാനുണ്ട്. ഉണങ്ങുന്ന വെച്ചിട്ട് വേണം അലക്കാൻ. ഉണങ്ങുന്ന ഞാൻ എൻ്റെ മുറിയിലോട്ട് എടുത്തിട്ട്, അപ്പോൾ കാറ്റ് കൊണ്ട് അങ്ങനെ ഉണങ്ങും. അങ്ങനെയാണ് കേട്ടോ. നമ്മൾ കല്ലിൽ അലക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിക്ക് എനിക്കാണെങ്കിൽ പിഴിയാൻ അറിയത്തില്ല. പിഴിഞ്ഞാലും വലിയ വെള്ളമൊന്നും പോകത്തില്ല. അപ്പോൾ വാഷിംഗ് മെഷീനിലൊക്കെ ആണെങ്കിൽ നമ്മൾ അലക്കി കഴിയുമ്പോഴത്തേക്കും പകുതിയും പിഴിഞ്ഞ് നല്ല രീതിക്ക് ഉണങ്ങിയല്ലേ കിട്ടുന്നേ. അപ്പോൾ നല്ല എളുപ്പമുണ്ട്. നമുക്ക് വാഷിംഗ് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് അത് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. എഴുതേക്ക്, അയ്യോ കുഞ്ഞി. അപ്പം ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം കേട്ടോ. പൊന്നിൻ്റെ കൊലുസിൻ്റെ ഇത് പൊട്ടിപ്പോയിട്ട് നന്നാക്കാൻ കൊടുത്തേക്കുവാണ് കേട്ടോ. അപ്പോൾ ഒരു കാര്യം കൂടി പറയാൻ മറന്നു കേട്ടോ. നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയതിന് ശേഷം ഞാൻ അങ്ങനെ വീഡിയോ ഇടലില്ല കേട്ടോ, കുറവാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, നമ്മുടെ ഫോണ് ഞാൻ ഇപ്പോഴും വെച്ച് ഫ്രണ്ട് ക്യാമറ വെച്ചാണ് എടുക്കുന്നത്. ഫ്രണ്ട് ക്യാമറയ്ക്ക് പൊതുവെ എല്ലാ ഫോണിനും ക്ലാരിറ്റി കുറവാണല്ലോ. അപ്പം ബാക്ക് ക്യാമറ വെച്ചല്ല ഞാനിപ്പോൾ എടുക്കുന്ന വീഡിയോ ഷൂട്ട് ചെയ്യുന്ന എല്ലാം ഫ്രണ്ട് ക്യാമറ വെച്ചിട്ടാണ്. അപ്പം നല്ല വെട്ടം ഉണ്ടെങ്കിൽ നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഫോണിന്. അപ്പം നമുക്ക് എല്ലാ മുറിയിലും ഒരേ ലൈറ്റ് അല്ലല്ലോ. അപ്പോൾ നമ്മൾ പുതിയൊരു ഫോൺ മേടിക്കാൻ പ്ലാൻ ഇടുന്നുണ്ട്. ഫോണൊക്കെ വന്നു കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിന്യൂസ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. ഫോൺ വരുന്നവരെ വെയിറ്റിംഗ് ആണ് കേട്ടോ. എന്തായാലും അടുത്ത മാസം എടുക്കും. ഇന്നിപ്പം അത് ഇനിയിപ്പോൾ അടുത്ത മാസം ആകാൻ അധികം ദിവസം ഇല്ലല്ലോ. ചിലപ്പോൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതിന് അടുത്ത മാസമായിരിക്കും. അപ്പോൾ അടുത്ത മാസം ഫോൺ എടുത്തു കഴിഞ്ഞിട്ട് നല്ല നല്ല വീഡിയോസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. നടന്നാൽ മതിയായിരുന്നു, അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. അപ്പം അതുകൊണ്ടാണ് വീഡിയോ ഇടാതിരിക്കുന്നത്. എന്നോട് എൻ്റെ എനിക്ക് അറിയാവുന്ന കൂട്ടുകാരൊക്കെ ചോദിക്കുന്നുണ്ട്, നീ എന്നാ വീഡിയോ ഇടാതിരിക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കുറച്ച് പേരുണ്ടല്ലോ. വലിയ സെലിബ്രിറ്റി ഒന്നുമല്ല, എന്നാലും സെലിബ്രിറ്റി എന്നൊക്കെ ഞാൻ പറയുന്നത്, വലിയ ഫേമസ് ഒന്നുമില്ല. എന്നാലും നമ്മുടെ കുഞ്ഞൊരു ചാനൽ അത് ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെന്താ പറയുക, പിന്നെ വേറെ ഒന്നുമില്ല. അപ്പം ഞാൻ എൻ്റെ കാര്യങ്ങളിലോട്ട് കിടക്കട്ടെ. പല്ല് പോലും തേക്കാതെയാണ് ഗൈസ് രാവിലെ എഴുന്നേറ്റ് നിന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പല്ല് തേക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. ആദ്യം പല്ല് തേക്കാൻ എത്ര വർഷം പഴക്കമുള്ള ടി വി ആണെന്നറിയോ? എത്ര വർഷം പഴക്കമുള്ള ടി വി നിങ്ങളുടെ വീട്ടിലുണ്ട്? പണ്ടത്തെ ഐബലിൻ്റെ ടി വി ആണ് കേട്ടോ. പക്ഷേ ഈ ടി വിക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇടയ്ക്കൊന്ന് നന്നാക്കി, ഒരു കളർ ചേഞ്ച് വന്നപ്പോൾ നന്നാക്കിയതേ ഉള്ളൂ കേട്ടോ. ഞാൻ കയറി വന്നപ്പോൾ തൊട്ടുണ്ട് ഈ ടി വി. കയറി ഇവിടെ വന്നപ്പോൾ അതിന് മുമ്പുള്ള ടി വിയാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് ഇപ്പോൾ 6 വർഷമാകുമ്പോൾ 6 വർഷമായിട്ട് ഈ ടി വി തന്നെയാണ്. കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പല്ല് തേക്കാൻ പോവുകയാണ് ഗൈസ്. ഇതിൻ്റെ സന്താനം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ പല്ല് തേക്കട്ടെ കേട്ടോ. പല്ലൊക്കെ തേച്ചിട്ട് ഇവിടെയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ സ്റ്റോർ റൂം. സ്റ്റോർ റൂമിലാണ് ഞങ്ങൾ ബ്രഷ് കേൾക്കുന്നത്. അപ്പോൾ നമ്മൾ എനിക്കിപ്പോഴും പല്ല് തേക്കാനായിട്ട് ഇവിടെ എൻ്റെ തോളത്ത് കാണും കേട്ടോ. ആ കൂടെ തന്നെ ഞാൻ ഇവളെയും കൂടെ ഒന്ന് തേപ്പിക്കും. അല്ല പൊന്നാപ്പി? അപ്പോൾ ഞങ്ങൾ പല്ല് വെച്ചിട്ട് വരാവേ. പല്ല് വെച്ചിട്ട് വരാം.
പല്ല് തേക്കിലേക്ക് കഴിഞ്ഞ് കുഞ്ഞാപ്പിക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഫുഡ് കൊടുക്കട്ടെ. ഏട്ടാ ടി വി വെച്ചിട്ടാണ് ഫുഡ് കൊടുക്കുന്നത്. ഫോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ശരിയാകത്തില്ല. ഫോണിപ്പോൾ അങ്ങനെ അല്ലെങ്കിലും അവൾക്ക് കൊടുക്കാറില്ല ഫോണ്. ഇപ്പോൾ ഞാൻ ഫുഡ് കൊടുക്കട്ടെ കേട്ടോ. എൻ്റെ കാപ്പി കുടിക്കലും ഒക്കെ കഴിഞ്ഞു. കുഞ്ഞാപ്പിക്ക് ഫുഡ് കൊടുത്തു. അവൾക്ക് ഫുഡ് കൊടുക്കാൻ കുറേ സമയം വേണം കേട്ടോ. അവൾക്ക് ഫുഡ് കൊടുക്കുന്ന സമയം കൂടെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ലോങ് വീഡിയോ ആയി പോകും. അതുകൊണ്ട് ഉണ്ട് ഇവിടുത്തെ ലൈറ്റ് വന്നപ്പോഴത്തേക്കും ഉണ്ട് ഇവിടെ വെട്ടം തീരെ കുറവാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം കഴുകാനുണ്ട്. പാത്രം കൂടെ കഴുകി വെച്ചിട്ട് വേണം കറി വെക്കാൻ കേട്ടോന്നേ. അപ്പോൾ ചോറ് ഇന്ന് ഞങ്ങൾക്ക് കഴിക്കാനുള്ളതുണ്ട്. ഉച്ചക്കത്തേനുള്ളതുകൊണ്ട് വൈകുന്നേരം വെച്ചാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പാത്രം കഴുകട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ പാത്രം കൂടെ ഒന്ന് കഴുകി വെക്കട്ടെ കേട്ടോ. പെട്ടെന്ന് പാത്രം അത്യാവശ്യം ഉണ്ട്. ഉണ്ടാക്കിയ പാത്രമൊക്കെ ഉണ്ട് കഴുകാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെച്ചിട്ട് നമുക്ക് കറി വെക്കാൻ വേണ്ടി തുടങ്ങാം. മോട്ടർ ഇട്ട് വെള്ളം തീർന്നു പോയ പണി. ഇന്നലെ ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. രണ്ട് ദിവസം ഇവിടെ കറണ്ട് ഉണ്ടായിരുന്നു. 2 ദിവസമായിട്ട് കറണ്ട് വന്നു. പാത്രം കഴുകി വെക്കട്ടെ. പാത്രം കഴുകാനും തുണി അലക്കാനും ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ജോലി ഉണ്ടെങ്കിൽ എനിക്കതേ ഉള്ളൂ കേട്ടോ. തുണികൾക്ക് പിന്നെയും കുഴപ്പമില്ല, പക്ഷെ പാത്രം തേക്കല്ലേ. കറി വെക്കണം. ഇനിയിപ്പോൾ ഇന്ന് അംഗനവാടി അംഗനവാടിയുടെ കൊച്ചിന് അംഗനവാടി വിടണം. 2 ദിവസം മഴ ആയത് പോയില്ലല്ലോ. 2 ദിവസം കൂടെ ഉള്ളൂ അംഗനവാടി. അത് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇല്ല. അപ്പം അതൊക്കെ കഴിഞ്ഞിപ്പം ഞാൻ ഇവിടെ തൂത്തുവാരാൻ വേണ്ടി പോവാണ്. തൂത്തുവാരലൂടെ കഴിഞ്ഞിട്ട് ഇന്ന് അംഗനവാടി ഉണ്ടെന്ന് ടീച്ചറെ ചോദിക്കണം. അപ്പം ഞാൻ അടിച്ചു വരട്ടെ കേട്ടോ. അടിച്ചുവാരൽ നടന്നില്ല കേട്ടോ ഗേസ്. എനിക്ക് അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നു. ഞാൻ കടച്ചക്ക കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. അപ്പം കറി ഏകദേശം ഒന്ന് സെറ്റാക്കി ഞാൻ വേവിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. തേങ്ങ അരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. സാധനം ഉണ്ടായിരുന്നു. ഞാനൊരു കാര്യം ഇടാൻ മറന്നു കേസ്. ഒരു ഉള്ളിയും കൂടി ഇടണം. ദേവി എവിടെയാ? ദേവി അംഗനവാടിയിലല്ലേ കുഞ്ഞാപ്പി? ദേവി എന്നൊക്കെ നീ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ പ്രൊസീജിയറിലോട്ട് കിടക്കുകയാണ്. കറിക്കകത്തോട്ട് കടുക് പൊട്ടിക്കൽ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കറിവെക്കൽ അവസാനിക്കും. പിന്നെ നമുക്ക് ഇച്ചിരി തുണി ഇളക്കാനുണ്ട് കേട്ടോ. അതുകൊണ്ട് കഴുകി ഇട്ടിട്ട് വേണം കുളിക്കാൻ. ഇച്ചിരിയേ ഉള്ളൂ. അപ്പം ഇത് കടുക് പൊട്ടിച്ചിട്ടിട്ട് കുളിക്കണം, അലക്കണം. അത്രയേ ഉള്ളൂ പരിപാടി. കടച്ചൊക്കെ കഴിഞ്ഞ ദിവസം എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന് ഞാൻ ഇച്ചിരി കഴിച്ചായിരുന്നു. ഫ്രണ്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന്. പിന്നെ ഇത് ഇപ്പോഴാണ് കേട്ടോ കിട്ടുന്നത് കടച്ചക്ക. കടച്ചക്ക ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റാണ്.
അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഗായ്സ് ഇന്നൊരു ചെറിയ വെയിൽ പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ ദേ തുണി അലക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുവാണ്. തുണി അലക്കാൻ ഇറങ്ങുന്നതിന് മുമ്പ് തലയിൽ ഇച്ചിരി എണ്ണ തേച്ചിട്ട് ഇറങ്ങും കേട്ടോ. കാരണം കയറി വന്നു കഴിഞ്ഞിട്ട് കുളിക്കാമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ എണ്ണ തേച്ചിട്ട് ഇറങ്ങുന്നത്. അപ്പോൾ ഇന്ന് പുറത്ത് നിൽക്കുകയാണ്, മുറ്റത്ത് നിൽക്കുകയാണ്. ഞാൻ തുണി അലക്കാൻ ഇറങ്ങുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആൾ മുറ്റത്തോട്ട് ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി എണ്ണ വെച്ചിട്ട് നേരത്തെയൊക്കെ ഹെയർ കെയറിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നും ചെയ്യാനൊന്നും നേരമില്ല. നേരെ സമയം ഉണ്ടെങ്കിലും അങ്ങ് ചെയ്യാൻ താല്പര്യമില്ല കേട്ടോ. പിന്നെ മടിയാണ്, അതാണ് മെയിൻ. അപ്പം എൻ്റെ പണികളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇനിയിപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചുമ്മാ ഇരിപ്പ് തന്നെയാണ് കേട്ടോ പരിപാടി. വീഡിയോ എഡിറ്റ് ചെയ്യണം, ഈ വീഡിയോ എഡിറ്റ് ചെയ്യണം. അപ്പം ഇതിപ്പം എല്ലാം ഞാൻ ഓൺ വോയിസ് കൊടുത്തുകൊണ്ട് എല്ലാം ഓൺ വോയിസ് തന്നെയാണ്. അതുകൊണ്ട് വലിയധികം എഡിറ്റിംഗ് ഒന്നും വരികയില്ല. സൗണ്ട് ആഡ് ചെയ്യേണ്ട വരുമ്പോഴാണ് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പം ഞാൻ ഈ തുണി അലക്കാൻ ഇറങ്ങട്ടെ കേട്ടോ. ഇത്രയേ ഉള്ളൂ കേട്ടോ എണ്ണ വെപ്പൊക്കെ. തുണി അലക്കാൻ ഇറങ്ങട്ടെ. അപ്പോൾ ദേ തുണിയെല്ലാം അലക്കി വിരിച്ചിട്ട് ഗൈസ്. തുണിയെല്ലാം എന്ന് പറയുക ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അത്ര അലക്കിയില്ലെങ്കിൽ 2 ദിവസം ആകുമ്പോൾ ഒരു ഇന്നതാവുമേ. അതുകൊണ്ട് അങ്ങ് അലക്കി. പിന്നെ എന്താ, ഞാൻ അത് അലക്കിക്കൊണ്ടിരുന്നപ്പോൾ വെയിൽ കണ്ടുകൊണ്ട് തുണി എടുത്തിട്ടതാണ്. ഇന്നലെ അലക്കിയ തുണിയാണ് കേട്ടോ. അതൊക്കെ പകുതി ഉണക്കായതാണ്. ഞാൻ അതൊക്കെ അകത്ത് വിരിച്ചിടണം. കറണ്ട് പോയിട്ടോ ഗൈസ്. ഞാൻ എപ്പം വീഡിയോ എടുക്കാൻ നോക്കിയാലും കറണ്ട് കാണിയല്ല. വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യേണ്ടി വരുന്നത് ഗൈസ്. എല്ലാ തവണയും എനിക്ക് ഇങ്ങനെയാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നടക്കത്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അയ്യോ, ഒരാളെന്നെ നോക്കുന്നു, ഞാൻ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മുടെ ഇത് തൊട്ട് ഫ്രണ്ടിലാട്ടോ റോഡ്. അപ്പോൾ ഇതിലൂടെ റോഡിൽ കൂടെ വണ്ടി പോകും. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ കണ്ട് സപ്പോർട്ട് ചെയ്ത് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. കറണ്ട് വരുവാണെങ്കിൽ ഞാൻ ബാക്കി എടുക്കാം, ഇല്ലെങ്കിൽ ഞാൻ വൈൻഡപ്പ് ചെയ്യുവാണേ. കറണ്ട് വന്ന് ഗൈസ്. എന്നെ അവർ വെറുതെ വിടാൻ ഉദ്ദേശമില്ലെന്ന് തോന്നുന്നു. കറണ്ടുകാരല്ല, അടുത്ത കോള്. ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ തുണിയൊക്കെ ഇലക്കിട്ട് കയറി വന്നപ്പോൾ കറണ്ട് പോയായിരുന്നു. പിന്നെ ഇതേ കറണ്ട് വന്നു കേട്ടോ. പേര് മഴയാണ് വരുന്നത്, അതുകൊണ്ട് അതേ കറണ്ട് പോയി. അപ്പോൾ വീണ്ടും ഞങ്ങളുടെ വീഡിയോ സ്റ്റോപ്പ് ചെയ്തേക്കുന്നു. അപ്പോൾ അതിനെ നിവർത്തിയുള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ. ഓക്കെ.